അന്യഗ്രഹ ജീവികളുടെ യാഥാർത്ഥ്യവുമായി നാം പൊരുത്തപ്പെട്ടു തുടങ്ങുന്നു. അവ എങ്ങനെയായിരിക്കുമെന്ന ചോദ്യങ്ങൾ നമ്മെ അലട്ടുന്നു. അവർ നമ്മളുമായി സൗഹൃദത്തിലാവുമോ? അവർക്ക് എന്ത് സാങ്കേതികവിദ്യകളാണ് ഉള്ളത്? ഈ കാരണങ്ങളാൽ എല്ലാ ദിവസവും മനുഷ്യർ ഭയവും അത്ഭുതവും കലർത്തി നക്ഷത്രങ്ങളെ തുറിച്ചുനോക്കുന്നു. നമ്മൾ അന്യഗ്രഹ ജീവികളുമായി ഒന്നിക്കുമോ? അതോ അവയോടുള്ള ഭയം നമ്മെ അവരിൽ നിന്നും ഭാവിയിൽ വേർപെടുത്തുമോ? ഈ കണ്ടെത്തലിന് പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനത്തെ പുനർനിർവചിക്കാൻ കഴിയും. ഇത് തത്വചിന്ത, മതം, നമ്മുടെ നിലനിൽപ്പ് എന്നിവയെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് കാരണമായി പര്യവേഷണത്തിൻ്റെയും ധാരണയുടെയും ഒരു പുതിയ യുഗത്തെ സൃഷ്ടിക്കുമോ? നമുക്ക് നോക്കാം. പതിറ്റാണ്ടുകളായി അന്യഗ്രഹജീവികളുടെ പ്രലോഭനീയമായ സാധ്യതയാൽ നയിക്കപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ശാസ്ത്രജ്ഞർ. 1977 കണ്ടെത്തിയ റേഡിയോ തരംഗങ്ങളുടെ ഒരു ഹ്രസ്വ പൊട്ടിത്തെറിയായ സിഗ്നൽ ഏറ്റവും കൗതുകകരമായ സൂചനകളിലൊന്നായി തുടരുന്നു. ഇത് ആവേശത്തിനും ഊഹാപോഹങ്ങൾക്കും കാരണമാവുകയും ലോകമെമ്പാടുമുള്ള ഭാവനയെ ജ്വലിപ്പിക്കുകയും ചെയ്തു. ഇന്ന് നാസയുടെ ദൂരദർശിനികളും റോവറുകളും നമ്മുടെ കണ്ണുകളും ചെവികളുമാണ്. അവ പ്രപഞ്ചത്തെ സ്കാൻ ചെയ്യുകയും വിദൂര ലോകങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും ചെയ്യുന്നു. വ്യാഴത്തിന്റെ മഞ്ഞുമൂടിയ ഉപഗ്രഹങ്ങൾ മുതൽ ചൊവ്വയുടെ പൊടിപടലങ്ങൾ വരെ ഓരോ ദൗത്യവും നമ്മെ പഴയ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് കൂടുതൽ അടുപ്പിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കാണോ? ഓരോ കണ്ടെത്തലിലും ജീവന്റെ സാധ്യതകൾ മാത്രമല്ല, പ്രപഞ്ചവുമായി നാം പങ്കിടുന്ന അഗാധമായ ബന്ധവും വെളിപ്പെടുത്തിക്കൊണ്ട് നാം പ്രപഞ്ചത്തിന്റെ പാളികളെ പുറകിലേക്ക് തൊലിക്കളയുന്നു. നമ്മൾ ഇതുവരെ അഭിമുഖീകരിച്ച മറ്റെന്തിനേക്കാളും ശക്തമായ ഒരു പുതിയ സിഗ്നൽ പ്രപഞ്ചത്തിന്റെ നിശബ്ദതയെ തുളച്ചുകയറി. ഇത് ക്രമരഹിതമായ ഊർജ്ജ വിസ്ഫോടനമല്ലെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിക്കുന്നു. നമ്മുടെ ഭാവനയ്ക്ക് അതീതമായ ഒരു ബുദ്ധിശക്തിയാൽ രൂപപ്പെടുത്തിയ മനഃപൂർവമായ സന്ദേശമാണിത്. പ്രത്യാഘാതങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സർക്കാരുകൾ ബഹളം വയ്ക്കുന്നു, മാധ്യമങ്ങൾ മുഴങ്ങുന്നു. ഇത് ഒരു മുന്നറിയിപ്പ് ആണോ? അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും? ലോകം ശ്വാസം പിടിച്ചു നിർത്തി കണ്ടെത്തലിന്റെ വക്കിലാണ്. ഈ കോസ്മിക് വിളിയോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? അതോ ഭയം നമ്മുടെ പ്രവൃത്തികളെ നിർണ്ണയിക്കുമോ? സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒറ്റയ്ക്കല്ല എന്നതാണ്. പ്രപഞ്ചം സാധ്യതകളാൽ സജീവമാണ്. ഈ സന്ദേശം നമ്മുടെ അസ്തിത്വത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നതിനുള്ള താക്കോലാണ്. ഈ സൂചനയുടെ മറുവശത്ത് എന്താണ് നമ്മെ കാത്തിരിക്കുന്നത്? അറിവ് സ്വതന്ത്രമായി ഒഴുകുന്ന, രോഗങ്ങൾ സുഖപ്പെടുത്താനോ നമ്മെ നക്ഷത്രങ്ങളിലേക്ക് നയിക്കാനോ കഴിയുന്ന സാങ്കേതികവിദ്യകൾ തുറക്കുന്ന ഒരു ലോകത്തെ സങ്കല്പിക്കുക. സാധ്യതകൾ അമ്പരപ്പിക്കുന്നതാണ്. എന്നിട്ടും ഈ വാഗ്ദാനത്തിന് ഒളിഞ്ഞിരിക്കുന്നത് ഒരു പേടിയാണ്. അന്യഗ്രഹ ജീവികൾ സമാധാനത്തോടെ വന്നില്ലെങ്കിൽ? രണ്ട് സിവിലൈസേഷൻ കൂട്ടിമുട്ടുമ്പോൾ ശക്തരായവർ പലപ്പോഴും ദുർബലരുടെ മേൽ അവരുടെ ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അന്യഗ്രഹജീവികൾ ഭൂമിയിൽ എത്തുകയാണെങ്കിൽ അവർ അവരുടെ ജ്ഞാനം പങ്കിടുമോ അതോ ചൂഷണം ചെയ്യാനാണോ സാധ്യത? ശക്തിയുടെ സന്തുലിതാവസ്ഥ നാടകീയമായി മാറിയേക്കാം. ഉദ്ദേശ്യങ്ങൾ അജ്ഞാതമായ ജീവികളുടെ കാരുണ്യത്തിൽ നാം സ്വയം കണ്ടെത്തിയേക്കാം. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമ്പർക്കത്തിന്റെ അപകടസാധ്യതകൾ നാം വിലയിരുത്തണം. അറിയപ്പെടാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നാം തയ്യാറാണോ? അതോ പ്രപഞ്ചം അത്ഭുതകരമാണെന്നതുപോലെ അപകടകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് നാം ശ്രദ്ധാപൂർവം നടക്കണോ? അന്യഗ്രഹജീവികളുടെ കണ്ടെത്തൽ ചിലപ്പോൾ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ലോകത്തെ സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ അതിർത്തികളോ വിശ്വാസങ്ങളോ രാഷ്ട്രീയമോ നമ്മെ നിർവചിക്കില്ല. പകരം ഈ വിശാലമായ പ്രപഞ്ചത്തിലെ നമ്മുടെ പങ്കിട്ട നിലനിൽപ്പിന്റെ ഭയത്താൽ നമ്മൾ ഒരുമിച്ച് നിൽക്കും. നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലാക്കുന്ന നിമിഷം സഹകരണത്തിന്റെയും ധാരണയുടെയും ഒരു തീപ്പൊരി കത്തിക്കും. രാജ്യങ്ങൾ അവരുടെ വ്യത്യാസങ്ങൾ മാറ്റിവെക്കുകയും മനുഷ്യരാശി ഒരു കൂട്ടായ സ്വത്വം സ്വീകരിക്കുകയും ചെയ്യും. നക്ഷത്രങ്ങൾക്കിടയിൽ തിളക്കമാർന്ന ഭാവിയിലേക്കുള്ള പാത രൂപപ്പെടുത്തിക്കൊണ്ട് അറിവും സാങ്കേതികവിദ്യയും സ്വപ്നങ്ങളും പങ്കിടാം. ഈ ഐക്യം നമ്മുടെ ഏറ്റവും വലിയ നേട്ടമാകാം. ഒറ്റപ്പെട്ട ജീവികളിൽ നിന്ന് നമ്മെ പ്രപഞ്ചം പര്യവേക്ഷണം ചെയ്യാൻ തയ്യാറായ ഒരു യോജിച്ച ജീവിവർഗമാക്കി മാറ്റുന്നു. ഒരുമിച്ച് പ്രപഞ്ചം കാത്തിരിക്കുന്നു. ഒരുമിച്ച് നമ്മൾ അതിനെ നേരിടാൻ എഴുന്നേൽക്കും. അന്യഗ്രഹജീവികളെ കണ്ടെത്തുന്ന നിമിഷം സങ്കല്പിക്കുക. ഇത് കേവലം ഒരു ശാസ്ത്രീയ മുന്നേറ്റമായിരിക്കില്ല. അത് അസ്തിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ തകർക്കും. ഇനി നമ്മൾ നമ്മെ തന്നെ ഒരു നീലഗ്രഹത്തിലെ ഒറ്റപ്പെട്ട ജീവികളായിട്ടല്ല, മറിച്ച് ഒരു വിശാലമായ കോസ്മിക് ടേപ്സ്റ്ററിയിലെ നൂലുകളായി കാണും. പ്രത്യാഘാതങ്ങൾ ആഴമേറിയതാണ്. നമ്മുടെ തത്വചിന്തകൾ, മതങ്ങൾ, നമ്മുടെ സ്വത്വബോധം പോലും വെല്ലുവിളിക്കപ്പെടും. പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചും മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും നമുക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ആ കരസ്പർശനത്തിന് നാം തയ്യാറാണോ? സഹകരണം, ധാരണ, മറ്റു ബുദ്ധിമാന്മാരുമായുള്ള സംഘർഷം എന്നിവയ്ക്കുള്ള സാധ്യതകൾക്ക് നമ്മുടെ ഭാവിയെ പുനർനിർവചിക്കാൻ കഴിയും. യഥാർത്ഥ ചോദ്യം അന്യഗ്രഹജീവികളെ കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല. ഈ മഹത്തായ പ്രപഞ്ചത്തിലെ നമ്മുടെ പരസ്പര ബന്ധത്തിന്റെ യാഥാർത്ഥ്യത്തോട് നാം എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചാണ്. ദൂരെയുള്ള ശബ്ദങ്ങൾ പോലെ നക്ഷത്രങ്ങൾ മിന്നിമറയുന്ന പ്രപഞ്ചത്തിന്റെ വിശാലമായ വിസ്തൃതിയിൽ യുഗങ്ങളായി മനുഷ്യരാശിയെ വേട്ടയാടുന്ന ചോദ്യത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു. നമ്മൾ ശരിക്കും ഒറ്റയ്ക്കാണോ?
ഓരോ രാത്രിയും ഞാൻ അനന്തതയിലേക്ക് നോക്കുമ്പോൾ ശതകോടിക്കണക്കിന് താരാപഥങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഓരോന്നും സാധ്യതകളാൽ നിറഞ്ഞിരിക്കുന്നു. 2 ട്രില്യണിലധികം താരാപഥങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. ഓരോന്നിനും ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അവയിൽ പലതും വാസയോഗ്യമായ മേഖലയിൽ ഗ്രഹങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചേക്കാം. റേഡിയോ സിഗ്നലുകൾ, ദൂരദർശിനികൾ, പുരാതന ഗ്രന്ഥങ്ങളുടെ ശബ്ദങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ അശ്രാന്തമായ തിരച്ചിൽ ഉണ്ടായിരുന്നിട്ടും അന്യഗ്രഹജീവികളുടെ കൃത്യമായ തെളിവുകളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല. ഫെർമി വിരോധാഭാസം വളരെ വലുതാണ്. പ്രപഞ്ചം വളരെ വിശാലവും ജീവൻ സാധ്യവുമാണെങ്കിൽ എല്ലാവരും എവിടെയാണ്? നമ്മൾ വെറും ഒരു പ്രപഞ്ച വൈരുദ്ധ്യമാണോ? ഇരുട്ടിൽ ഒരു പെട്ടെന്നുള്ള തീപ്പൊരി? അതോ നമ്മുടെ യാത്രയെ നിരീക്ഷിക്കുകയും കാത്തിരിക്കുകയും ഒരുപക്ഷേ നയിക്കുകയും ചെയ്യുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ബുദ്ധിയുണ്ടോ? ബഹിരാകാശത്തിന്റെ ആഴങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമ്പോൾ ഓരോ കണ്ടെത്തലും ഈ മഹത്തായ വസ്ത്രത്തിൽ നമ്മുടെ സ്ഥാനം മനസ്സിലാക്കാൻ നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നു. തിരച്ചിൽ തുടരുന്നു, അതിനൊപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല, മറിച്ച് വെളിപാടിന്റെ വക്കിലാണെന്ന ആകർഷകമായ സാധ്യതയും. കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.